KPCCയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം DGP ഓഫീസിലേക്കൊരു മാർച്ച് നടന്നിരുന്നു. വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ മാർച്ചിന് ഉണ്ടാകുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കണ്ണീർവാതക പ്രയോഗവും അതോടൊപ്പം തന്നെ ജലപീരങ്കി പ്രയോഗവും ഒക്കെ ഉണ്ടായി. ആദ്യം ആർക്കും എന്താണ് സംഭവമെന്ന് പിടികിട്ടിയില്ല. എല്ലാവരും കരുതിയിരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് എന്നായിരുന്നു. പെടുന്നനെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിനും ഒക്കെ അവിടെ നിന്ന് മാറ്റുന്നതും MP-മാരടക്കമുള്ളവരെ ഗൺമാന്മാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതുമൊക്കെ കണ്ടു. എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. VD സതീശനൊക്കെ ഓടുന്നതായിട്ടാണ് വീഡിയോകളിൽ ചില ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. അത്രത്തോളം അസഹനീയമായിരുന്നു ടിയർ ഗ്യാസ് പ്രയോഗത്തിലൂടെ ഉണ്ടായത് എന്നാണ് നേതാക്കൾ പോലും വിലയിരുത്തിയത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണിതെന്നും പോലീസാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്നും തങ്ങൾ സമാധാനപരമായ സമരമാണ് നടത്തിയതെന്നുമാണ് UDF പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നത്. ഇത് UDFന്റെ സമരമായിരുന്നില്ല, കോൺഗ്രസിന്റേതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. ഇന്ദിരാഭവനിൽ നിന്നും DGP ഓഫീസിലേക്കാണ് മാർച്ച് നടന്നത്. വെള്ളയമ്പലത്ത് നിന്നും മാനവീയം വീഥി വഴി DGP ഓഫീസിന്റെ തൊട്ട് മുൻപിലായിരുന്നു പോലീസ് ബാരിക്കേഡ് വെച്ച് സമരം തടഞ്ഞത്. പ്രത്യേക വാഹനത്തിൽ തയ്യാറാക്കിയ വേദിയിലായിരുന്നു ഉദ്ഘാടന പ്രസംഗമൊക്കെ നടന്നിരുന്നത്. എന്നാൽ VD സതീശൻ സംസാരിക്കുന്നത്, അതിന് തൊട്ടു മുമ്പ് സംസാരിച്ചത് KPCC പ്രസിഡന്റ് K സുധാകരനായിരുന്നു. K സുധാകരൻ സംസാരിക്കുകയും ഇനിയും ഒരുപാട് നേതാക്കളുള്ളതും അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അദ്ദേഹം പ്രസംഗം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് VD സതീശന് അവസരമൊരുക്കുകയാണ് ചെയ്തത്. പക്ഷേ VD സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഇത്തരത്തിലുള്ള പോലീസ് നടപടി ഉണ്ടായത്. എന്നാൽ ഇത് ആദ്യമൊക്കെ മാധ്യമങ്ങൾ പോലീസിന്റെ തലയ്ക്ക് ഇട്ടുവെങ്കിലും മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഇന്ന് അതിന് കൃത്യമായ ഒരു ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. 11:20 തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാട്ടെ DGP ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് തുടങ്ങി. (11:30) മാനവീയം വീഥി റോഡിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. (11:35) ബാരിക്കേഡിന് മുമ്പിൽ നിർത്തിയിട്ട വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഉദ്ഘാടന സമ്മേളനം തുടങ്ങി. 11:40 K സുധാകരന്റെ ഉദ്ഘാടന പ്രസംഗം. 11:52 VD സതീശന്റെ പ്രസംഗം. ബാരിക്കേഡിന് സമീപം പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റവും കല്ലേറും. 11:55 പ്രസംഗം 3 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ജലപീരങ്കി പ്രയോഗം. വേദിയിലുള്ളവരെല്ലാം നനഞ്ഞതോടെ പ്രസംഗം നിർത്തി. പ്രവർത്തകർ ചിതറി ഓടുന്നതിനിടെ കണ്ണീർവാതക ഷെൽ വീണു പൊട്ടിയത് വേദിക്ക് നേരെ മുന്നിൽ. 12 മണി ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട നേതാക്കളുമായി വാഹനങ്ങൾ ആശുപത്രിയിലേക്ക്. പോലീസും പ്രതിഷേധക്കാരുമായും തമ്മിൽ ഏറ്റുമുട്ടൽ. (12:30) പ്രകടനമായി KPCC ഓഫീസിലേക്ക് നീങ്ങിയ പ്രതിഷേധക്കാർ ഇന്ദിരാഭവന് മുമ്പിലെ റോഡിൽ കുത്തിയിരിക്കുന്നു. അവിടെ അരമണിക്കൂർ റോഡ് ഉപരോധം. ഇത്തരത്തിലാണ് മനോരമ ഇന്നലെ നടന്ന ചിത്രം വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വീണ്ടും നമുക്ക് വ്യക്തമാകുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നല്ല പ്രകോപനം ഉണ്ടായത് എന്നത്. VD സതീശൻ സംസാരിക്കുമ്പോഴാണ് കല്ലേർ ആരംഭിക്കുന്നതെന്നാണ് മനോരമ പറയുന്നത്. അതിന് മുമ്പുണ്ടായ സംഭവം കൂടി വ്യക്തമാക്കാം. ആദ്യം KPCC പ്രസിഡന്റ് K സുധാകരൻ സംസാരിക്കുമ്പോൾ തന്നെ K സുധാകരന്റെ ജയ്വിളികളുമായി സുധാകരൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. സുധാകരൻ വേദിയിലേക്ക് കയറുമ്പോഴും സുധാകരൻ ഈ പരിപാടിയിലേക്ക് എത്തുമ്പോഴൊക്കെ സുധാകരന് ജയ്വിളികളുമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. സുധാകരന്റെ പ്രസംഗം കഴിഞ്ഞ അതേ സമയത്ത് തന്നെ സുധാകരന് ചില പ്രഖ്യാപനത്തിൽ പെട്ടെന്നെന്തോ ശക്തി കിട്ടിയ പോലെയായിരുന്നു ചില പ്രവർത്തകർ ഓടിച്ചെന്ന് ബാരിക്കേഡ് കടക്കാൻ വേണ്ടി ശ്രമിച്ചത്. പോലീസ് അവരെ തിരിച്ച് തള്ളിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു ഇട പോലും, അതായത് ഒരാൾക്ക് പോലും
അപ്പുറത്തേക്ക് കടക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നു ബാരിക്കേഡ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, സാധാരണ സമരങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്തരം ബാരിക്കേഡുകൾ വെച്ച് അടക്കുമ്പോഴൊക്കെ ആളുകൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഒരു പോലീസുകാരൻ പോലും ഇപ്പുറത്തില്ല, മൊത്തം പോലീസുകാർ അപ്പുറം വശവും 2 പോലീസുകാർ മാത്രമാണ് വെള്ളയമ്പലം ഭാഗത്തോ എങ്ങോ ഉണ്ടായിരുന്നത്. അവർക്ക് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. അത്തരത്തിൽ ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു DGP ഓഫീസിന് സമീപത്ത് പോലീസ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഈ വലിയ ബാരിക്കേഡിന് മുകളിലേക്ക് പലരും കയറാൻ ശ്രമിച്ചു. എന്നാൽ പലർക്കും അത് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ആക്രോശം തുടങ്ങിയത്. തൊട്ടടുത്ത് ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ റോഡ് നിർമ്മാണത്തിന്റെ ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അവിടെ മെറ്റൽ കൂടുതലായി ഉണ്ടായിരുന്നു. ഈ വലിയ മെറ്റൽ പറക്കിക്കൊണ്ട് പോലീസുകാരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഈ കല്ലേറ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ കല്ലേറിനെ ചെറുക്കാൻ വലിയ പാടാണല്ലോ സാധാരണ രീതിയിൽ. സ്വാഭാവികമായും പോലീസുകാർക്ക് കല്ലേറ് കൊണ്ടാൽ പരിക്കേൽക്കും. അത് തുടർന്നും ഉണ്ടാകാതിരിക്കാനാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇവരുടെ പ്രത്യേക വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന വേദിയാണുള്ളത്. ആ വേദിയിലേക്കും പീരങ്കിയുടെ ഒരു ഭാഗം ആ ഭാഗത്തേക്കും ഒരു ഭാഗം പ്രവർത്തകർക്കിടയിലേക്കുമാണ് പോയത്. എന്നിട്ടും ഇവർ കല്ലേറ് തുടർന്നു. അതായത് ജലപീരങ്കി പ്രയോഗിക്കുക കൂടെ ചെയ്തപ്പോൾ കൂടുതൽ ആളുകളെത്തി, കല്ലേറ് തുടർന്നു. ഇതോടെയാണ് അവസാനം കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നത്. പക്ഷേ ഈ കണ്ണീർ വാതക ഷെല്ല് പലപ്പോഴും ഇവരുടെ വേദിക്ക് തൊട്ടരികിലും പ്രവർത്തകർക്കിടയിലും ഒക്കെ ചെന്ന് വീണതാണ് പ്രശ്നത്തിന് കാരണം. അതിതീവ്രമായിരുന്നു ഈ കണ്ണീർ വാതക ഷെല്ലിൽ നിന്നും ഉയർന്ന പുകയും പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാനുള്ള കാരണം അതായിരുന്നു എന്നൊക്കെയാണ് ശശി തരൂർ MP അടക്കം ആരോപിച്ചിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നേതാക്കൾക്ക് വ്യക്തതയുണ്ട്, അണികൾക്കും വ്യക്തതയുണ്ട്. അതായത് പ്രകോപനം തങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ സമരം പൊളിഞ്ഞു അല്ലെങ്കിൽ സമരത്തിൽ തങ്ങൾക്ക് വീഴ്ച പറ്റി എന്നുള്ളത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴും വീണ്ടും VD സതീശനും K സുധാകരനും ഒക്കെ ഇന്ന് ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് K സുധാകരനും VD സതീശനും ഒക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും ഇത് തന്നെയാണ് ആവർത്തിച്ചത്. പോലീസുകാർക്കെതിരെ നടപടി വേണം, DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, DGPയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് നേതാക്കൾ പറയുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞത് താൻ ഇതൊക്കെ നേരത്തെ ഒരുപാട് കണ്ടതാണ്, പോലീസുകാരൊക്കെ ഞാൻ ഒരുപാട് ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്, അങ്ങനെ ഇനി നേരിട്ട് ഞാൻ വന്ന് ഏറ്റുമുട്ടണമെങ്കിൽ താൻ ഏറ്റുമുട്ടും, കണ്ണൂരിലുള്ള പോലീസുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഞാൻ അവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാനും അവരും തമ്മിലുള്ള പല സൗഹൃദങ്ങളുണ്ട്, അടിക്കേണ്ടവരെ തിരിച്ചടിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കയറി പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടുവന്ന ചരിത്രമുണ്ട്, താനും പിണറായി വിജയനും ബ്രണ്ടൻ കോളേജിൽ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, മുൻപ് പറഞ്ഞ ആ ആക്ഷൻ കാണിക്കൽ എന്നൊക്കെ പറഞ്ഞ കാര്യം ഓർമ്മയില്ല, അതുകൊണ്ട് കൂടുതലായി താനൊന്നും പറയുന്നില്ല. ഇത് K സുധാകരനാണ്, കുമ്പക്കുഴി സുധാകരൻ എന്ന K സുധാകരനാണ്. അപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കും, ഈ ഉമ്മാക്കിയൊന്നും കാട്ടി പേടിപ്പിക്കേണ്ട, ലാത്തിക്കും പോലീസ് യൂണിഫോമിനും തൊപ്പിയൊന്നും തനിക്ക് ഒരു പുത്തരിയല്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. പക്ഷെ എന്തായാലും മനോരമ പോലെയുള്ള ഒരു പത്രം പോലും ഇക്കാര്യം ഇത്ര വ്യക്തമായി പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും മനോരമ ഒരു കോൺഗ്രസ് അനുകൂല പത്രമായും അല്ലെങ്കിൽ എപ്പോഴും കോൺഗ്രസിന് വേണ്ടി വാർത്തകൾ എഴുതുന്ന പത്രമായും ഒക്കെയാണ് പലരും ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാറുള്ളത്. പക്ഷേ മനോരമ പോലെയുള്ള ഒരു പത്രത്തിൽ പോലും ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ ഇതിൽ നിന്നും ഒന്നുറപ്പാണ്, പോലീസിന്റെ ഭാഗത്തു നിന്നല്ല ഇത്തരം ഒരു നടപടി ആദ്യം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഇരന്നു വാങ്ങിയതാണ് ഈ അടി.